വെള്ളാപ്പള്ളി നടേശന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വെള്ളാപ്പള്ളി നടേശനെ ഹൈക്കോടതി നീക്കി. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും തുഷാർ വെള്ളാപ്പള്ളിയെയും യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സ്വാമിയെയും ഹൈക്കോടതി നീക്കി. ഓഡിറ്റ് കണക്കുകൾ സമർപ്പിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി SNDPയുടെ വിമത വിഭാഗം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. ജസ്റ്റിസ് TRV അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. നോൺ ട്രേഡിംഗ് കമ്പനിയായ SNDP യോഗം തുടർച്ചയായി 3 വർഷം രജിസ്റ്റർ ഓഫ് കമ്പനിക്ക് തങ്ങളുടെ കണക്കുകൾ ഹാജരാക്കിയില്ല. ഇങ്ങനെ നൽകിയില്ലെങ്കിൽ അയോഗ്യതയ്ക്ക് കാരണമാകും. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി വെള്ളാപ്പള്ളിയെ സ്ഥാനത്തു നിന്ന് നീക്കാൻ ഉത്തരവിട്ടത്. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്ന G സുധാകരനെ കടുത്ത വെല്ലുവിളി നൽകാൻ പാർട്ടി ഒരുങ്ങുന്നുവെന്ന് വിവരം. സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുകയാണെങ്കിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് CPIM ആലോചന എന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് VA അരുൺകുമാറുമായി പാർട്ടി നേതൃത്വം സംസാരിക്കും. സിറ്റിംഗ് MLA മാർ മത്സരിക്കട്ടെ എന്നാണ് പാർട്ടിയുടെ നിലവിലെ തീരുമാനം. എന്നാൽ സുധാകരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ H സലാമിന്റെ കാര്യത്തിൽ പുനരാലോചനയുണ്ടാകും. സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് 11 മണിക്ക് മാധ്യമങ്ങളെ കണ്ട് സുധാകരൻ തന്റെ നിലപാട് വ്യക്തമാക്കും. സുധാകരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് വിവരം. കൊണ്ടോട്ടി MLA TV ഇബ്രാഹിമിനെതിരെ മുസ്ലിം ലീഗിൽ അതൃപ്തി. കൊണ്ടോട്ടിയിൽ ഇത്തവണ ഇബ്രാഹിം വേണ്ടെന്ന് ലീഗിൽ ഒരു വിഭാഗം. ഇബ്രാഹിമിന് മണ്ഡലത്തിൽ ജനവിരുദ്ധ വികാരമുണ്ടെന്നും സാധാരണ പ്രവർത്തകരിൽ നിന്ന് അകന്നുവെന്നാണ് വിമർശനം. 2 തവണ മത്സരിച്ചു, ഇനി പുതിയ ആളുകൾ വരട്ടെയെന്നും ചൂണ്ടിക്കാട്ടുന്നു. ലീഗ് കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റിക്കെതിരെയും വിമർശനമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട്. മലയാള സിനിമയിൽ ബാലതാരമായി തിളങ്ങിയ ഹരിമുരളിയെ കണ്ണൂർ പയ്യന്നൂരിലെ സ്വവസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. രസികൻ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹം 50ഓളം സിനിമകളിൽ വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിലവിൽ VFX ആർട്ടിസ്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു. അണൻ തമ്പി, മാടമ്പി എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തിരുന്നു. മൃതദേഹം പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വടകരയിൽ മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പിന്തുണച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. മുല്ലപ്പള്ളിയെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിക്കുള്ളിലെ പവർ ഗ്രൂപ്പ് നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പോസ്റ്ററിലെ പ്രധാന ആവശ്യം. വടകര പാർലമെന്റ് പരിധിയിൽ കോഴിക്കോട് MP ഇടപെടുന്നത് എന്തിനാണെന്ന് പോസ്റ്റർ ചോദ്യം ചെയ്യുന്നു. BJP CPIM നേതാക്കളുമായി ചില കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകളെ അണികൾ തിരിച്ചറിയണമെന്നും ഇതിൽ പറയുന്നു. BJPയുമായുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നും മുല്ലപ്പള്ളി അവഹേളിക്കുന്ന നേതാക്കളെ പ്രവർത്തകർ ബഹിഷ്കരിക്കണമെന്നും വടകര പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പതിച്ച പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നുണ്ട്.